പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ റിലീജിയനായി മാറിയെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ ഹിന്ദു മതത്തിലോ ക്രൈസ്തവ ദർശനത്തിലോ യഹൂദ ദർശനങ്ങളിലോ ഒന്നും മതനിന്ദയില്ല, ദൈവനിന്ദയില്ല, യഹോവ നിന്ദയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ക്രിസ്തു നിന്ദയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പം ഇനി ബുദ്ധനിന്ദയുണ്ടോ? ഇല്ല. ശിവനിന്ദയില്ല, ഉപനിഷത്ത് നിന്നയില്ല, വേദനിന്ദയില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വരുമ്പം ഇസ്ലാമിൻ്റെ ശക്തി എത്രത്തോളം അവിടെയുണ്ടോ, അധികാരം എത്രത്തോളം ഉണ്ടോ, അതിനനുസരിച്ച് പ്രവാചക നിന്ദയും ദൈവനിന്ദ മതനിന്ദയും ഒക്കെയുണ്ട്. ശിക്ഷയും ശിക്ഷണവും അവരുടെ സ്വാധീനം അനുസരിച്ച് മാറിയും മറിഞ്ഞും ഇരിക്കും. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ആധികാരികം ഇസ്ലാമിക രേഖകൾ മാത്രമാണ്. അപ്പം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം അക്ബർ എന്തുകൊണ്ട് ഇറങ്ങുന്നു, അതിനുള്ള മറുപടി കൂടിയാണിത്. ഇവിടെ ഇസ്ലാമിക പ്രവർത്തകരെല്ലാം ബൈബിൾ തിരുത്തിയതാണ്, യേശു ദൈവമല്ല, ഇത് ഇറങ്ങാനുള്ള കാരണവും കൂടി ഈ വീഡിയോയിലൂടെ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ആകുന്നു, എന്തുകൊണ്ട് കുരിശുമരണ നിഷേധം, എന്തുകൊണ്ട് ബൈബിൾ നിഷേധം, എന്തുകൊണ്ട് ക്രിസ്തു നിഷേധം എന്നറിയണമെങ്കിൽ നമുക്ക് ചില പ്രമാണരേഖകളിലൂടെ കടന്നു പോകണം. അപ്പം 3 നിഷേധങ്ങൾ അഥവാ 3 തള്ളിപ്പറയലുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. 3 തള്ളിപ്പറയലുകൾ, 3 നിഷേധങ്ങളുണ്ടാകും. ഒന്നാമത്തെ തള്ളിപ്പറയൽ ആരാണ്? യഹൂദരാണ്. ഇതിന് തെളിവ് എവിടെയാണ്? ഖുർആൻ 59-ാം അധ്യായം. മദീനയിൽ നിന്ന് യഹൂദരെ ഓടിക്കാനുള്ള കാരണം എന്താണ്? യഹൂദർ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിച്ചില്ല, തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഇനി അതിന് ഏറ്റവും വലിയ തെളിവ് ഖുർആൻ 59-ാം അധ്യായം വായിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് മീഡിയ വണ്ണിലുണ്ട്. വളരെ ആധികാരികമായിട്ട് അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അല്ലുലയും ഖൈബറും താബൂക്കും ഒപ്പം മദീനയും ഒക്കെ ആരുടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ മീഡിയ വൺ വിവരിക്കുന്നുണ്ട്. അപ്പോൾ 59-ാം അധ്യായം വായിക്കാൻ സമയമില്ലാത്തവർക്ക്, അല്ലെ ഖുർആൻ ലഭ്യമല്ലാത്തവർക്ക് മീഡിയ വൺ കണ്ടാലത് മനസ്സിലാകും. യഹൂദ നിഷേധം, തള്ളിപ്പറയൽ മൂലമാണ് അവരെ ഓടിക്കുന്നത്. ഇനി വീണ്ടും ഈ 2-ാം അധ്യായത്തിൻ്റെ 89 പ്രകാരം യഹൂദർ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പ്രവാചകത്വം തള്ളിപ്പറയുകയാണ്, നിഷേധിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് നിഷേധം. രണ്ടാമത്, ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടരുത്, വേദത്തിൻ്റെ ആൾക്കാർ നികുതി തരുന്നിടം വരെ യുദ്ധം ചെയ്യണമെന്നൊക്കെ പറയുന്ന അനേക വാക്യങ്ങളുണ്ട് ഖുറാനിൽ. അങ്ങോട്ട് പോകണ്ട. ഖുറാൻ 3-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ വാക്യത്തിൽ മുബഹില എന്ന പേരിൽ അറിയപ്പെടുന്ന, മുബഹില എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യൻ ഇസ്ലാം സംവാദമുണ്ട്. ആ സംവാദത്തിൽ ക്രിസ്ത്യാനികൾ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുകയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഖുർആൻ ആരംഭിക്കാൻ പറയുന്നില്ല, വഴിപിഴച്ചവരെന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയും ശപിക്കപ്പെട്ടവരെന്നതുകൊണ്ട് യഹൂദരെയും എന്നും വ്യാഖ്യാനം കണ്ടിട്ടില്ലേ? അത് കാരണം ഇതാണ്. ഈ 2 കൂട്ടരും തള്ളിപ്പറഞ്ഞ് നിഷേധിച്ചു. യേശുവിനെ ദൈവപുത്രനാക്കി, അതുകൊണ്ട് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. 50-29-30. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ 2 കൂട്ടരും നിഷേധിച്ചു, തള്ളിപ്പറഞ്ഞു. ഇനി 3-ാമത്തെ കൂട്ടർ ആരാണ്? 38-7 നിങ്ങൾ വായിക്കുക. ഖുർആനിൻ്റെ 38-7. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഖുറൈശികൾ പറയുകയാണ്, മുൻ വേദങ്ങളിലൊന്നും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, വെറുതെ പ്രവാചകനാകാൻ നീ കടന്നു വരരുത്. കൃത്യമായി നിഷേധിക്കുകയാണ്. ആര്? ഖുറൈശികൾ തന്നെ നിഷേധിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം. ഈ 38-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഖുറാനിൽ ഇങ്ങനെ പറയുന്നത്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് പറയുന്നത്? ലാത്തയെയും ഉസയെയും പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വേറെ 3-ാമതായുള്ള മനാത്തയെ പറ്റിയും സന്താനമായി നിങ്ങൾ കാണും. അള്ളാഹുവിന് പെണ്ണുമാണെന്നാണോ? എങ്കിൽ അത് നീതിയില്ലാത്ത ഓഹരി വയ്ക്കൽ തന്നെ. എങ്ങനെയുണ്ട്? അതായത് ഖുറൈശികൾ പറയുന്നത് എന്താണ്? അള്ളാഹു എന്ന് പറയുന്നത് ലാത്ത, ഉസ, മനാത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 3 പെമ്മക്കളുള്ള ഒരാളാണ് അള്ളാഹു എന്നാണ് ഇവർ ഉയർത്തുന്ന വാദം. ഞാനല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ഖുറൈശികൾ പറഞ്ഞു, വിശ്വസിച്ചിരുന്നു. ഇതിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ 38-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഖുറൈശികൾ പറയുന്നത്: 360 എണ്ണത്തിനെ ഒന്നാക്കി മാറ്റിയവൻ ആര്? അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് 360-നെ ഒന്നാക്കുന്നു. 3 പെമ്മക്കളുള്ള ഈ ഒരു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്, ശക്തിയാണ്, ദേവതയാണ്, ആരാധനാപാത്രമാണ്. ആര്? അള്ളാഹു. അതിന് ഈ 360-ലൊന്ന് 3 പെമ്മക്കളുടെ ഉള്ള ഒരാളാണ് ഈ അള്ളാഹു എന്ന് ഖുറൈശികൾ 53-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനി ഈ 38-5 ഒന്നാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ബാക്കി തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 38-7 പറയുന്നു, നിന്നെക്കുറിച്ച് മുൻവേദങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക രേഖയാണല്ലോ സീറത്ത് റസൂൽ അഥവാ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥം പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ഈ ഗ്രന്ഥത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുമേ, ഇറ്റ് ഈസ് അലജഡ് ദാറ്റ് അബ്ദുള്ള വാസ് അബ്ദുൽ മുത്തലിബ്സ് ഫേവറേറ്റ് സൺ. അബ്ദുൽ മുത്തലിബിൻ്റെ പ്രിയപ്പെട്ട പുത്രനായിരുന്ന ആര്? അബ്ദുള്ള. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ മീനിങ് അള്ളാഹുവിൻ്റെ അടിമ. അപ്പോൾ അള്ളാഹു അവിടെ ഉണ്ടല്ലോ,
അബ്ദുള്ള എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മുമ്പുള്ളയാളാണ്. അപ്പോൾ അള്ളാഹു അവിടെ ഉണ്ടല്ലോ, അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ അവിടെ ഉണ്ടല്ലോ. അടിമ ഉണ്ടാകണമെങ്കിൽ നേതാവ് ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് ഖുറൈശികൾ പറഞ്ഞത് 360 ഒന്നാക്കി മാറ്റുന്ന മാന്ത്രികനാണ്. ക്രിസ്ത്യാനികളും യഹൂദരും നിഷേധിച്ചതുകൊണ്ട് പുതിയ പരിപാടിയുമായി ഇറങ്ങി വന്നതാണെന്നാണ് ചുരുക്കം. അപ്പോൾ അങ്ങനെ പറയുകയാണ്, അബ്ദുള്ള വാസ് അബ്ദുൽ മുത്തലിബ്സ് ഫേവറേറ്റ് സൺ. ഇനി നോക്കിക്കോണേ, അബ്ദുൽ മുത്തലിബ് സ്റ്റുഡ് ബൈ ഹുബാൽ പ്രേയിങ് ടു അള്ളാഹ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ഗ്രാൻഡ് ഫാദർ. സ്റ്റുഡ് ബൈ ഹുബാൽ, ഹുബാലിൻ്റെ അടുത്ത് നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അനേക വാക്യങ്ങളിലുണ്ട്. ഇപ്പം ഞാൻ വായിച്ചത് 67-ാമത്തെ പേജിലാണ്. തുടർന്ന് വീണ്ടും നമുക്കൊരു ഇതും കൂടെ നോക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അബ്ദുൽ മുത്തലിബ് ടുക്ക് ഹിം ആൻഡ് സ്റ്റുഡ് ഇൻ ദ മിഡിൽ ഓഫ് കാബ. കാബയുടെ നടുക്ക് നിന്ന് ആര്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഗ്രാൻഡ് ഫാദർ. ആൻഡ് പ്രേ ടു അള്ളാഹ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു ഓൾറെഡി കാബയിലുള്ളൊരു ശക്തി തന്നെയാണ്. ബാക്കി വെള്ളത്തെ തകർക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഹജ്ജ് 7 പ്രാവശ്യം വലം വെക്കുക, സക്കാത്ത് കൊടുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ഖുറൈശി ഗോത്രക്കാരുടെ മാന്യമായ ആരാധനാ രീതിയായിരുന്നു. അവർക്കങ്ങനെ അക്രമമൊന്നുമില്ലായിരുന്നു. ആൾ കേട്ടോ, ഇതാ നോക്കിക്കോണേ. വഹാബ് ബിൻ കൈസൻ ടോൾഡ് മീ ദാറ്റ് ഉബൈദ് സെഡ്. ആരൊക്കെ ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഈ ഇസ്ലാമിൻ്റെ നരേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് തള്ളിക്കളയാം. എവറി ഇയർ ഡ്യൂറിങ് ദാറ്റ് മന്ത് ദ അപ്പോസൽ വുഡ് പ്രേ ഇൻ സെക്ലൂഷൻ. എല്ലാ വർഷവും പ്രത്യേക മാസത്തിൽ മുഹമ്മദ് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഇത് അവരുടെ രീതിയായിരുന്നു, ആ ഖുറൈശികളുടെ രീതി. ആൻഡ് ഗീവ് ഫുഡ് ടു ദ പുവർ ദാറ്റ് കെയിം ടു ഹിം. എന്നിട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും, സക്കാത്ത് കൊടുക്കും. ഇനി താഴോട്ട് നോക്കിക്കോളൂ. ഇനി പറയുകയാണ്, വെൻ ഹി കംപ്ലീറ്റഡ് ദ മന്ത് ആൻഡ് റിട്ടേൺ ഫ്രം ഹിസ് സെക്ലൂഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ എൻറ്ററിങ് ഹിസ് ഹൗസ് he would go to Kaaba and walk around it 7 times. 7 പ്രാവശ്യം കാബയ്ക്ക് വലം വെക്കുമായിരുന്നു വീട്ടിൽ പോകുന്നതിന് മുൻപ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മാസത്തിൽ കൃത്യമായി അവിടെ ഈ പറയുന്ന തവാഫ്, ഹജ്ജ്, ഈ വലം വെക്കലുണ്ടായിരുന്നു. ഇതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഇതിന് വിളിക്കുന്ന പേരാണ് തഹാനുത്ത്. എങ്ങനെയുണ്ട്? ദ അപ്പോസ്റ്റൽ വുഡ് പ്രേ ഇൻ സെക്ലൂഷൻ ഓൺ ഹിറ എവറി ഇയർ ഫോർ എ മന്ത് ടു പ്രാക്ടീസ് തഹാനുത്ത്. 153-ാമത്തെ ഖണ്ഡിക 105-ാമത്തെ പേജ്. അപ്പോൾ എന്താണ്? അതുകൊണ്ടാണ് ഖുറൈശികൾ പറഞ്ഞത്, നീ മാന്ത്രികനാണ്, നിനക്ക് ഭ്രാന്തുണ്ടെന്നൊക്കെയുള്ള വാദം ഖുറൈശികൾ ഉയർത്താൻ കാരണം എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഖുറൈശികൾ നിഷേധിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം 3 തള്ളിപ്പറയലുകൾ ക്ലിയർ ആണെന്ന് ആധികാരിക പ്രമാണരേഖയിൽ നിന്ന് ക്ലിയർ ആണെന്ന് കരുതുകയാണ് അല്ലേ? ഇനി അടുത്തത്, ഇനി 33-ാം അധ്യായത്തിൻ്റെ 79-ാമത്തെ വാക്യപ്രകാരം ഖുർആൻ അനുസരിച്ച് ഒരു പ്രവാചകനും തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെടില്ല, മറിച്ച് വെളിപാടുകൾ ധ്യാനിക്കാൻ പറയുള്ളൂ. ഖുർആനാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദിലേക്ക് വരുമ്പോൾ സ്ഥിതി എന്താ? അദ്ദേഹത്തെ ദൈവതുല്യനായി ആരാധിക്കാൻ ആവശ്യപ്പെടുന്ന രീതിയാണുള്ളത്. അതാണ് പ്രവാചകൻ നിന്ന്. അതെങ്ങനെ ഉണ്ടായത് നമുക്ക് പിന്നീട് പറയാം. അപ്പം 3:79 പ്രകാരം വചനം വായിച്ചും പഠിച്ചും നല്ലവരാകാനാണ് പറഞ്ഞത്. അതാണോ നടക്കുന്നത്? 41-43 പ്രകാരം 41-43 ഒരു പുതിയതായി മുൻവേദങ്ങളിൽ ഇല്ലാത്തതായിട്ടൊന്നും ഞാൻ നിനക്ക് നൽകിയിട്ടില്ല. മുൻവേദങ്ങളിൽ എവിടെയാണ് മോശ നിന്നയുള്ളത്? മുൻവേദങ്ങളിൽ എവിടെയാണ് യഹോവ നിന്നയുള്ളത്? എവിടെയാണ് ക്രിസ്തു നിന്നയുള്ളത്? എവിടെയാണ് ഈ രാജാക്കന്മാരെയോ പ്രവാചകരെ മധ്യസ്ഥരാക്കുന്ന പണിയുള്ളത്? ഒരിടത്തുമില്ല. അതുകൊണ്ടാണ് മുൻവേദങ്ങളിൽ പറയാത്തതായി ഒന്നും നിനക്ക് നൽകിയിട്ടില്ല. മുൻവേദങ്ങളെ ശരിവെക്കുന്നതെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ആണയിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 38-7 ഖുറൈശികൾ പറഞ്ഞത്, നിന്നെക്കുറിച്ച് മുൻവേദങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി അപ്പം 39-7 വചനം മാത്രം, 40-43 പുതിയതൊന്നും പാടില്ല. 2-285 അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദും കൂട്ടാളികളും ആണയിട്ട് പറയുകയാണ്, പ്രവാചകർക്കിടയിൽ ഞങ്ങൾ തിരിച്ച് വ്യത്യാസം കാണിക്കുകയില്ല. പ്രവാചകർക്കിടയിൽ ഞങ്ങൾ തിരിച്ച് വ്യത്യാസം കാണിക്കുകയില്ല എന്ന് ആണയിട്ട് പറയുകയാണ് 2-285 പ്രകാരം. അതാണോ നടക്കുന്നത്? ഇത് രണ്ടാമത്തെ ടെസ്റ്റാണ്. ഇനി 88-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഖുർആൻ, ഇത് വലിയൊരു രഹസ്യമാണ്. ഇതൊരിക്കലും ഇവർ വായിക്കാൻ സാധാരണ വിശ്വാസികളെ അനുവദിക്കില്ല. ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതൊരിക്കലും സാധാരണ വിശ്വാസികളോട് വായിക്കാൻ അവർ അനുവദിക്കില്ല. അവിടെ 88-21 മുതൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ റിമൈൻ ദം, യു ആർ ഓൺലി വൺ ഹു റിമൈൻസ്, യു ആർ നോട്ട് എ മുസൈറ്റിർ. മുസൈറ്റിറിൻ്റെ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് എനിക്കറിയില്ല, അതൊരു അറബി വാക്കാണ്. അതിനെ അവർ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്, MUSAYTIR. അതിൻ്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്,
യു ആർ നോട്ട് എ ഡിക്റ്റേറ്റർ ഓവർ ദം. നീ അവരുടെ മേൽ അധികാരവും അധീശത്വവും അടിച്ചേൽപ്പിക്കുന്നവനല്ല. വോളിയം നമ്പർ 10, പേജ് നമ്പർ 464, 465. നിന്നെ അധികാരിയായി ഞാൻ നിയമിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഒന്നാമത് നിഷേധം, രണ്ടാമത് സാമാന്യവൽക്കരണം, നിനക്കൊരു പ്രത്യേകതയുമില്ല എന്നുള്ള അടിവരയിട്ട വാക്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ച് വീണ്ടും നിങ്ങൾക്കറിയണമെങ്കിൽ യാതൊരു പ്രത്യേകതയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി മറ്റനേക വാക്യങ്ങളുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകുന്നില്ല. വെറും മുന്നറിയിപ്പുകാരനാണെന്ന് മാത്രം പറയുന്ന വാക്യങ്ങളുണ്ട്. അതൊക്കെ സമയം പോകുകൊണ്ട് നമ്മൾ നോക്കണ്ട. ഈ രണ്ടെണ്ണം നിങ്ങൾ കമ്പയർ നോക്കിയാൽ മതി. ഈ സദൃശ്യമായ വാക്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം 88-ൻ്റെ 21 മുതൽ 23 വരെ നീ വെറും സാധാരണക്കാരനാണ്, യാതൊരു അധികാരവും നിനക്കില്ല. 2-ൻ്റെ 285 പ്രവാചകരുടെ വ്യത്യാസമില്ല. 41-ൻ്റെ 43 ഒന്നും പുതിയതായിട്ട് പഠിപ്പിക്കാൻ പാടില്ല. 3-ൻ്റെ 79 വചനത്തെയാണ് അനുഗമിക്കേണ്ടത്, നിന്നെയല്ല. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ തള്ളിപ്പറയലും സാമാന്യവൽക്കരവും വണ്ണവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കടന്ന് വമ്പൻ ട്വിസ്റ്റ് പിന്നെ നടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളും യഹൂദരും നിഷേധിച്ചതിൻ്റെ ഫലമായി ഖുറേഷികളോട് ഉള്ളി ചില വിട്ടുവീഴ്ചകൾ നടത്തി ഈ ഖുറേഷി ആചാരത്തെ പുതിയൊരു മതമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ തഹാനുത്തടക്കമുള്ള പ്രക്രിയകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനെ ഇങ്ങോട്ട് എടുത്തു വെക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട 88-ൻ്റെ 21 മുതൽ 23 വരെയുള്ള നിനക്ക് അധികാരമില്ല എന്നുള്ള ഈ വാക്യം, നീ വെറും താക്കീതുകാരൻ എന്നുള്ള നിരവധി വാക്യങ്ങളുണ്ട്. ഇതിവർ മറച്ചു വെക്കുകയാണ്. അതൊരിക്കലും ഇവർ പഠിപ്പിക്കാറില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നീ വെറും താക്കീതുകാരൻ മാത്രമാണെന്ന് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് 1-2 വാക്യങ്ങളിലൂടെ ഞാൻ നമുക്ക് ഒന്ന് കണ്ടുപോകാം. 64-ൻ്റെ 12, 73-ൻ്റെ 10, 75-ൻ്റെ 16 മുതൽ 17 വരെ, 79-ൻ്റെ 45, 88-ൻ്റെ 21, 5-ൻ്റെ 99, 20-ൻ്റെ 2, 3 ഇങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് വെറും താക്കീതുകാരനാണെന്ന് കാണുന്ന വാക്യങ്ങളുണ്ട്. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് പുതിയ നേതാവായി അള്ളാഹുവിന് തുല്യനായി ഇദ്ദേഹം തന്നെ പ്രതിഷ്ഠിക്കുന്ന രംഗമാണ് പിന്നീട് കാണുന്നത്. അതിനുള്ള വാക്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇനിയാണ് ഇതിൻ്റെ അതായത് ഈ 2 നിഷേധങ്ങളും സാമാന്യവൽക്കരണത്തിനും ശേഷം ഇനിയുള്ള മാർഗം എന്താണ്? തന്നെ ദൈവതുല്യനായി അവരോധിക്കുക, ഒരു പുതിയ നിയമം കൊണ്ടുവരിക എന്നുള്ള മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന റെയ്ഡ്, റേപ്പ് ആൻഡ് പ്ലണ്ടർ എന്ന് പറയുന്ന രീതിയിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഇനി മാർഗമുള്ളൂ. ഇനി നടക്കുന്ന ട്വിസ്റ്റുകൾ നിങ്ങൾ നോക്കിക്കോളൂ. 49-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നതും മുഹമ്മദിനോട് സത്യം ചെയ്യുന്നതും തുല്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ ഒച്ചയുണ്ടാക്കി സംസാരിക്കരുത്, നിങ്ങൾക്ക് നരകം തന്നെ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 48-ൻ്റെ 10 നിങ്ങൾ നോക്കുക, അവിടെ എന്താ പഠിപ്പിക്കുന്നതെന്ന്. അങ്ങനെ അള്ളാഹുവിന് തുല്യനായി തന്നെ പ്രതിഷ്ഠിക്കുകയാണ് പിന്നീട് ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. പിന്നെ 33-ൻ്റെ 6, 33-ൻ്റെ 36, 58-ൻ്റെ 22 നമ്മൾ വായിക്കാം. അതും പ്രകാരം എന്താണ്? വിശ്വാസികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ മേൽ ഉള്ള അധികാരത്തേക്കാൾ കൂടുതലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വിശ്വാസികൾക്ക് മേലുള്ള അധികാരം. അതായത് ഒരു മുഹമ്മദീയന് സ്വന്തം ശരീരത്തിലും സ്വന്തം കാര്യത്തിലുമുള്ള അധികാരത്തേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് ആ വ്യക്തിയുടെ മേൽ അധികാരമുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ഡോക്ടറേറ്റ് ആണല്ലോ മദനി എന്ന് പറയുന്നത്. ഈ മദനി ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ആര്? മദനി. ജയിലിൽ കിടന്ന് ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മദനി. അദ്ദേഹം പറഞ്ഞില്ലേ, സ്വന്തം ബാപ്പയാണെങ്കിലും ശരിയെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ പിന്നിലെ ചേതോവികാരം, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താ? ഇത്തരം വാക്യങ്ങളാണ്. അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നത് മുഹമ്മദിനോട് സത്യം ചെയ്യുന്നതിന് തുല്യമാണ്, മുഹമ്മദിനോട് സത്യം ചെയ്യുന്നത് അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നതിന് തുല്യമാണ്. അതോടൊപ്പമാണ് 33-ൻ്റെ 6-ലും 33-ൻ്റെ 36-ലും 58-ൻ്റെ 22 ഒക്കെ അനുസരിച്ച് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തിൻ്റെ മേൽ അധികാരം നിങ്ങൾക്കല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനാണ്. രണ്ടാമത് പറയുകയാണ്, നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് തീരുമാനമെടുക്കുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന മുഹമ്മദ് എന്ത് തീരുമാനമെടുത്തോ അത് നിങ്ങളനുസരിച്ചേ പറ്റുകയുള്ളൂ. വീണ്ടും 58-ൻ്റെ 22 പറയുകയാണ്, മാതാപിതാക്കളാണെങ്കിലും ശരി അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിക്കണം, എന്നാൽ മാത്രമേ അംഗീകരിക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത്? ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും വാളെടുക്കൽ. ക്രിസ്തു പറഞ്ഞല്ലോ, വാളെടുക്കുന്നതിന് വാളാൽ. അതുകൊണ്ടാണ് വാളെടുക്കലിനെ നിഷേധിക്കുകയാണ്. അപ്പം മൃഗബലിയും മനുഷ്യബലിയും നടക്കുന്നതിൽ എന്ത് വേണം? കുരിശുമരണത്തെ നിഷേധിക്കണം. കുരിശുമരണത്തെ നിഷേധിച്ചാൽ മാത്രമേ കൊല്ലാനും കൊല്ലപ്പെടാൻ ആളെ കിട്ടുകയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. എന്നാൽ എന്നെയും എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാട് വിട്ടു പോകണം, കൊല്ലപ്പെടാൻ തയ്യാറാണ്, കൊല്ലാൻ തയ്യാറാകണം. ആ ടീച്ചിങ്ങിൽ വന്ന മാറ്റം കണ്ടോ? അതുകൊണ്ടാണ് എം അക്ബർ ഉസ്താദും സാക്കിർ നായിക്കും ഒക്കെ പഠിപ്പിക്കുന്ന കുരിശ് മരണം. പല കാര്യങ്ങൾ അവർ പറയുന്നത് കാണപ്പെട്ട് മാത്രമേ ഉള്ളൂ. ചില കൂട്ടർ പറയും, ചിലർ പറയും എന്ത് ചെയ്യും?
യൂദാസ്കറിയാത്തോനെയാണ്. അതായത് യേശുവിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് അനേകം സാഹിത്യങ്ങൾ, കവിതകളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിൽ നിന്നുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് എം അക്ബർ ഉസ്താദ് പറയുന്നുണ്ട് യൂദാസ്കറിയാത്തോനെയാണ് കുരിശിൽ തറച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇബിൻ കത്തീർ പറയുന്നത് ഒരു ചെറുപ്പക്കാരനെയാണ് കുരിശിൽ തറച്ചതെന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്നത് കാണപ്പെടുക മാത്രമാണ്. അപ്പോൾ കാണപ്പെടുക എന്ന് പറഞ്ഞാൽ നാടകക്കാരനായി മാറും അല്ലാഹു. പകരം ഈസായിക്ക് പകരം വേറൊരാളെ കുരിശിൽ തറച്ചാൽ എന്ത് ചെയ്യും? പാവപ്പെട്ട ഒരാളെ കൊന്നിട്ട് മറിയമിലുണ്ടായി സ്വന്തം കുട്ടിയെ രക്ഷിക്കുന്നവനായി മാറും. എന്താണെങ്കിലും കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുരിശ് മരണം നിഷേധിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പകരമായി കൊല്ലാനും കൊല്ലപ്പെടാൻ ആളെ വേണം. ക്രിസ്തു വാളെടുത്തവനോട് പറഞ്ഞു വാൾ ഉറയിലിടാൻ പറഞ്ഞു. വാൾ ഉറയിലിടിച്ചാൽ തനിക്ക് വേണ്ടി യുദ്ധത്തിനാളെ കിട്ടിയല്ല. അതുകൊണ്ടാണ് ഇതിനെ ഈ കുരിശ് മരണത്തെയും വാളെടുക്കലും നിഷേധിക്കുന്നത്. അപ്പം മനുഷ്യബലികളും മൃഗബലികളും തുടരണമെങ്കിൽ എന്തു വേണം? കുരിശ് മരണത്തെ നിഷേധിക്കണം. ഇനി നോക്കിക്കോ, 5-ാം അധ്യായത്തിന് 32. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം വിധി നൽകുകയുണ്ടായി, ഒരാളെ കൊന്നതിന് മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് വേണ്ടി അല്ലാതെ വേറൊരാളെ കൊന്നാൽ അത് മനുഷ്യരെ മുഴുവൻ കൊന്നതിന് തുല്യമാണ്. ഒരാളെ അകാരണമായി കൊന്നാൽ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ഇസ്രായേൽ സന്തതികൾക്ക് നാം കൽപ്പന നൽകി. 5:32. 5:33 നോക്കിക്കോ. അള്ളാഹുവിനും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാകുകയും ചെയ്യുന്നവർക്ക് പ്രതിഫലം അവർ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളായി നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. ഇപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ട് ട്വിസ്റ്റ് കണ്ടോ? തന്നെ അള്ളാഹുവിന് തുല്യനായി പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് എന്നെയോ എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ നിന്ദിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടാനും തയ്യാറായി ഇറങ്ങിക്കൊള്ളുക, അവരെ കുരിശിൽ തറച്ചുകൊള്ളുക എന്ന് പറയുകയാണ്. ഇതാണ് പൊളിറ്റിക്കൽ റിലീജിയനായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിലെ കാരണമാണ് ആദ്യം വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാം മത പ്രഭാഷകരെ, നിങ്ങളോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിനേക്കാളും എത്രയോ ശ്രേഷ്ഠനാണ്. ഖുർആൻ 2-ാം അധ്യായത്തിൻ്റെ 253 പ്രകാരവും 19-21 പ്രകാരവും 21-91 പ്രകാരവും 3-55 പ്രകാരവും ഏറ്റവും ശ്രേഷ്ഠനായത് ആരാണ്? അള്ളാഹു മറിയമിൻ്റെ പർജിലോതി ജന്മം കൊടുത്ത ഈസാ നബി എന്ന് പറയുന്ന ആ കഥാപാത്രമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലല്ല എന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ല ഈസ റസൂലല്ല എന്നല്ലേ വിളിക്കേണ്ടത്? റസൂലല്ല, കാരണം മറിയമിൻ്റെ പർജിലോതി ഉണ്ടാക്കിയ കുട്ടിയാണ്. അത് പോട്ടെ, മിനിമം അതെങ്കിലും നിങ്ങൾ വിളിക്കണ്ടേ? സത്യസന്ധത കാണിക്കണ്ടേ? പ്രമാണങ്ങളോട് സത്യസന്ധത കാണിക്കണ്ടേ നിങ്ങൾ? കാരണം ഇച്ഛിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന അള്ളാഹു മറിയമിൻ്റെ പർജിലോതി ജന്മം കൊടുത്ത ഈസായുടെ മുകളിലേക്ക് ഈ മുഹമ്മദ് എങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് നിങ്ങൾക്ക് ഇന്നേ വരെ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. നിങ്ങൾ മുഹമ്മദീയ വിശ്വാസികളെ പോലും നിങ്ങൾ വഞ്ചിക്കുകയാണ്. നിങ്ങൾ ഈ ഭാഗം വായിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് ഓർക്കണം. 21-91 പ്രകാരവും 19-21 പ്രകാരവും എല്ലാ കാലത്തേക്കുള്ള കാരുണ്യവും അടയാളവും, അതോടൊപ്പം തന്നെ 43-61 പ്രകാരം തിരിച്ചു വരാനുള്ളവനുമാണ് ആര്? അള്ളാഹു മറിയമിൻ്റെ പർജിലോതി ജന്മം കൊടുത്ത ഈസാ നബി എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ വേണ്ടേ നിങ്ങൾ ഏറ്റവും 1-ാം സ്ഥാനത്തേക്ക് ഉയർത്താൻ? ആ കുട്ടിയെ ഉയർത്തുന്നില്ല. യുദ്ധത്തിലൂടെ പ്രദേശങ്ങൾ കീഴടക്കിയവനാണ് എങ്കിൽ എത്ര സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, എത്ര രാജാക്കന്മാരുണ്ട്, അവരെയൊക്കെ നിങ്ങൾ പ്രവാചകരാക്കേണ്ടി വരും. ഇതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അള്ളാഹു പ്രവാചകൻ നിന്നെയും മതം നിന്നെയും അടിച്ചേൽപ്പിച്ച് എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന മദനി പോലെയുള്ള മത നേതാക്കൾക്ക് നേതാക്കളാകാനും രാജാക്കന്മാർക്ക് ഖലീഫമാർക്ക് സുന്ദരമായി ജീവിക്കാനും വേണ്ടി ഒരു പൊളിറ്റിക്കൽ റിലീജിയനാക്കി ഇതിനെ സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രമാണങ്ങളും നിങ്ങളുടെ ചരിത്രവും സാക്ഷി. അതുകൊണ്ട് ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങളാരും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കണമെന്നോ ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് അംഗീകരിക്കണമെന്നോ പറയാൻ വേണ്ടിയൊന്നുമല്ല ഞാനത് പറഞ്ഞത്. അതൊക്കെ ദൈവത്തിൻ്റെ പണിയാണ്. സത്യം പറയുക എന്ന് മാത്രമേ ഇപ്പം എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അറിഞ്ഞ സത്യം പങ്കുവെക്കണം. ഒരു കാര്യം ഞാൻ നമ്മളോട് പറയാം. ഇപ്പം ഒരു ഭാരതീയനോട് വ്യഭിചരിക്കരുതെന്നും കട്ടെടുക്കരുതെന്നും കൊലപാതകം ചെയ്യരുതെന്നും ഒരു ഭാരതീയനോട് പറയേണ്ട കാര്യമില്ല. കാരണം സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ഒരു നിയമം എഴുതിയിട്ടുണ്ട്. ആ നിയമം അവനറിയാം. ആ നിയമത്തിന് കാതോർക്കുന്നവൻ ഇവിടെ ഒരു ക്രമം സൃഷ്ടിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും മനസാക്ഷിയുടെ നിയമത്തെ ഇസ്ലാമിക നിയമം കൊണ്ട് മനസാക്ഷി മാറ്റിവെക്കൽ നടന്നത് അറിയാതെ ജീവിക്കുന്ന ഒരു പറ്റം ഇരകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഓരോ മുഹമ്മദീയ വിശ്വാസികളും കൃത്യമായ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഓരോ മുഹമ്മദീയനും ഇരകളാണ്. എന്തിൻ്റെ? മനസാക്ഷി മാറ്റിവെക്കൽ പ്രക്രിയ നടന്നത് അറിയാതെ ജീവിക്കുന്നതിൻ്റെ ഇരകളാണ് നിങ്ങൾ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ബൈബിൾ പറയുകയാണ് ദൈവമില്ല എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ ഒരു നിയമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഒരു ഭാരതീയനോട് കട്ടെടുക്കരുതെന്നും അന്യൻ്റെ ഭാര്യയെ പിടിക്കരുതെന്നും പറയേണ്ട കാര്യമില്ല. ആ ഭാരതീയൻ്റെ ഉള്ളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഭാരതത്തിലൊരു പഴയ നിയമമുണ്ട്, ആ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം തുടങ്ങിയാൽ മതി. ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ സുവിശേഷം പറയുമ്പോൾ ഈ സത്യം ശരിക്കും മനസ്സിലാക്കാനും കൊടുക്കാനും സാധിക്കാതെ വരുന്നുണ്ട്. അതായത് ഭാരതത്തിൽ ഭാരതീയരുടെ ഒട്ടുമിക്ക ഭാരതീയരുടെ ഹൃദയങ്ങളിൽ ഒരു പഴയ നിയമമുണ്ട്. അതിൻ്റെ ആളത്വമാകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. പക്ഷെ മറ്റ് ചില രീതിയിലാണ് അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ മൂലമാണ് ഭാരതത്തിൽ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ പ്രതിസ്ഥാനം നിൽക്കപ്പെടുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഉണ്ടാവുകയില്ല. ഇന്ന് ഇസ്ലാമിന് അങ്ങനെ ഇല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യില്ല. കാരണം മനസ്സാക്ഷി മാറ്റിവെക്കപ്പെട്ടു. നിങ്ങളുടെ ധാർമ്മികത വ്യത്യസ്തമാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് ഒന്നുകിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദിനേക്കാളും എത്രയോ ശ്രേഷ്ഠനായ അള്ളാഹുവിനും മറിയമിനുണ്ടായ കുട്ടിയാകുന്ന ഈസായിലേക്ക് തിരിച്ചു പോവുക. അതല്ലെങ്കിൽ മനസാക്ഷി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് സകല സൃഷ്ടികളിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കിടയാകണം. അങ്ങനെ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.